CPM ലോക്കൽ സെക്രട്ടറിക്കെതിരെ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയമസഭയിലെ വാദം തെറ്റ്. ലോക്കൽ സെക്രട്ടറി സജീവനെതിരെ സ്റ്റേഷനിൽ ബഹളം വച്ചതിന് കേസുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. എന്നാൽ ഈ കേസിലുള്ളത് മറ്റൊരാളാണ്. ആദ്യം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് കേൾക്കാം. കൊല്ലം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പരാതിക്കാരിയോടൊപ്പം സ്റ്റേഷനിലെത്തിയ സജീവ് എന്നയാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കുകയും പിന്നീട് വീണ്ടും സ്റ്റേഷനിലെത്തി ബഹളം ഉണ്ടാക്കുകയും ചെയ്ത സംഭവത്തിൽ ക്രൈം നമ്പർ 1338/2025 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പരാമർശിച്ച FIR നമ്പർ 1338/2025 കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR തന്നെയാണത്. പക്ഷേ അതിൽ പറയുന്ന വ്യക്തിയുടെ പേര്, പ്രതിയുടെ പേര് വിനോദ് എന്നാണ്. സജീവിന്റെ പേര് ഇതിൽ എവിടെയും പരാമർശിച്ചിട്ടില്ല. കൊല്ലത്ത് നിന്ന് ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നു. പക്ഷേ അതിനുശേഷം മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ സംസാരിക്കാൻ വേണ്ടി നൽകിയ കുറിപ്പിലായിരിക്കാം തെറ്റുണ്ടായത്. അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. പക്ഷേ എന്തുതന്നെയായാലും നാളെ നിയമസഭയിൽ പ്രതിപക്ഷം ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കിയെടുക്കും. ഒപ്പം തന്നെ ഇത് മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും. മാത്രമല്ല, ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സജീവന്റെ പേരിൽ, ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സജീവന്റെ പേരിൽ ഒരു കേസ് പോലും കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല.